നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റിൽ ഇന്ത്യ വൻ വിജയം നേടിയത് ഇന്ത്യക്കാരെ സംബന്ധിച്ച് വലിയ ആഘോഷമായിരുന്നു. പാകിസ്ഥാന് കനത്ത തിരിച്ചടിയായിരുന്നു. നമുക്കറിയാം, ഓപ്പറേഷൻ സിന്ദൂറും പഹൽഗാമിൽ പാകിസ്ഥാൻ നൽകിയ ഒരു മുറിവിന് ഇന്ത്യ തിരിച്ചടിച്ചതും ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയമൊക്കെ നമ്മൾ ആഘോഷിച്ചതാണ്. അതിന് പിന്നാലെ പാകിസ്ഥാനെ തോൽപ്പിക്കാൻ കിട്ടിയ ഒരു അവസരം, അത് തീർച്ചയായിട്ടും ഇന്ത്യൻ ടീം വളരെ വിജയം കൈവരിക്കുകയും അത് വലിയ ആഘോഷമായി മാറുകയും ചെയ്തിരുന്നു. ഈ കളിക്കളത്തിൽ ഒരുപാട് നാടകീയ സംഭവ വികാസങ്ങൾ അരങ്ങേറുകയുണ്ടായി. അതിൽ ചില സംഭവങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. പ്രത്യേകിച്ച് എടുത്തു പറയാവുന്നതാണ്, നമ്മുടെ ഇന്ത്യൻ താരങ്ങൾ ആ ട്രോഫി വാങ്ങിയില്ല. അതിൻ്റെ കാരണമൊക്കെ അറിയാവുന്നതാണ്. മാത്രമല്ല, പാകിസ്ഥാൻ ക്യാപ്റ്റൻ ഈ ഒരു റണ്ണറപ്പിന് കിട്ടിയ ആ ഒരു സമ്മാനത്തുക ഉപേക്ഷിച്ചിട്ട് പോകുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ ഒത്തിരി നാടകീയമായ സംഭവ വികാസങ്ങൾ, അതായത് ഒരു കളിക്കളത്തിൽ ഇത്തരത്തിൽ സംഭവം നടക്കുമോ എന്ന് ചോദിക്കുന്ന തരത്തിലുള്ള ഒരുപാട് സംഭവ വികാസങ്ങൾ, അതായത് ഈ ഒരു ഇന്ത്യ പാകിസ്ഥാൻ ശത്രുത അത് ആ ഒരു കളിക്കളത്തിലും പ്രത്യക്ഷമായിരുന്നു എന്ന് തന്നെയാണ് നമുക്ക് വിലയിരുത്താൻ സാധിക്കുന്നത്. ട്രോഫി തന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കാൻ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം വിസമ്മതിച്ചതിന് പിന്നാലെ ഏഷ്യ കപ്പ് കിരീടവുമായി പാകിസ്ഥാൻ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ ചെയർമാനും പാകിസ്ഥാൻ മന്ത്രിയുമായ മൊഹ്സിൻ നഖ്വി മടങ്ങിയിരുന്നു. അദ്ദേഹം ലോകവേദിയിലടക്കം അപമാനിതനാകുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. പാകിസ്ഥാൻ താരങ്ങൾക്ക് 2ാം സ്ഥാനത്തിനുള്ള മെഡലുകൾ വിതരണം ചെയ്ത ശേഷം ഏഷ്യ കപ്പ് ട്രോഫിയുമായി നഖ്വി ഗ്രൗണ്ട് വിട്ടു. ക്രിക്കറ്റിന്റെ മാന്യതയെ ഇന്ത്യൻ ടീം അപമാനിച്ചു എന്ന വാദമാണ് മൊഹ്സിൻ നഖ്വി മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങളെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കുവച്ച ട്വീറ്റിന് മറുപടിയായിട്ടായിരുന്നു നഖ്വിയുടെ ഈ ആരോപണം. പാകിസ്ഥാൻ പൗരന്മാരുടെ എക്സ് അക്കൗണ്ടുകൾ ഇന്ത്യയിൽ കിട്ടാത്തതിനാൽ ഇതിന്റെ സ്ക്രീൻഷോട്ടുകൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുകയാണ്. യുദ്ധം നിങ്ങളുടെ അഭിമാനത്തിന്റെ അളവുകോലായിരുന്നുവെങ്കിൽ പാകിസ്ഥാന്റെ പക്കൽ നിന്നുള്ള നിങ്ങളുടെ അപമാനകരമായ തോൽവികളുടെ ചരിത്രം ഇതിനകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ക്രിക്കറ്റ് മത്സരത്തിനും ആ സത്യം മാറ്റി എഴുതാൻ കഴിയില്ല. യുദ്ധത്തെ കായിക രംഗത്തേക്ക് വലിച്ചിഴയ്ക്കുന്നത് നിരാശയെ തുറന്നു കാട്ടുകയും കളിയുടെ മാന്യതയെ തന്നെ അപമാനിക്കുകയും ചെയ്യും എന്നതടക്കമുള്ള ഒരു പ്രതികരണമാണ് നഖ്വിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇന്ത്യ നേരത്തെയും പാകിസ്ഥാനിൽ നിന്ന് തോൽവികൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. മാത്രമല്ല, ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമുണ്ട്, ആ യുദ്ധ സാഹചര്യമുണ്ട്. പക്ഷെ അതൊരു മത്സരത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ അത് മോശമായി പോയി എന്ന വിലയിരുത്തൽ എന്നൊരു അഭിപ്രായമാണ് നഖ്വി മുന്നോട്ട് വയ്ക്കുന്നത്. മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സമൂഹ മാധ്യമങ്ങൾ അത്തരത്തിലുള്ള ചില കമന്റുകൾ കൂടി പ്രത്യക്ഷപ്പെട്ടിരുന്നു. അതായത് ഈ ഒരു ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം, അതുപോലെ തന്നെ ഒരു രാഷ്ട്രീയം, അത് കളത്തിലേക്ക് കായിക കളത്തിലേക്കും കായിക രംഗത്തേക്ക് കൂടി അതിൻ്റെ അലയൊലികൾ ആഞ്ഞടിച്ചപ്പോൾ അത് ഒരു സ്പോർട്സ്മാൻഷിപ്പൊക്കെ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായി എന്നതടക്കമുള്ള വിമർശനങ്ങളൊക്കെ ശക്തമാകുന്നുണ്ട് ഒരു വശത്തെന്നതും ശ്രദ്ധേയമാണ്. ഗെയിംസ് ഫീൽഡിലെ ഓപ്പറേഷൻ സിന്ദൂറാണ് സംഭവിച്ചതെന്നാണ് പാകിസ്ഥാനെതിരായ ഫൈനൽ വിജയത്തെ പുകഴ്ത്തി മോദി എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിച്ചത്. മൈതാനത്തെ ഓപ്പറേഷൻ സിന്ദൂറാണിത്, ഫലം 2ലും 1 തന്നെ എന്നായിരുന്നു ഇന്ത്യൻ വിജയത്തിൽ പ്രധാനമന്ത്രിയുടെ പ്രതികരണം. 5 വിക്കറ്റ് വിജയമാണ് ഫൈനലിൽ ഇന്ത്യ പാകിസ്ഥാനെതിരെ നേടിയത്. മൊഹ്സിൻ നഖ്വിയിൽ നിന്ന് ട്രോഫി സ്വീകരിക്കില്ലെന്ന് ഇന്ത്യൻ ടീം മാനേജ്മെന്റ് നിലപാടെടുത്തിരുന്നു. ഇതോടെയാണ് ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ജേതാക്കൾക്കുള്ള ട്രോഫി ഇന്ത്യൻ ടീം സ്വീകരിക്കാതിരുന്നത്. എമിറേറ്റ്സ് ബോർഡ് വൈസ് ചെയർമാൻ ഖാലിദ് അൽ സരൂനിയിൽ നിന്ന് ട്രോഫി വാങ്ങാമെന്നും ഇന്ത്യൻ ടീം മാനേജ്മെന്റ് അറിയിച്ചിരുന്നു. എന്നാൽ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ ഇത് തള്ളുകയുണ്ടായി. ഇത് കാരണം മത്സരം കഴിഞ്ഞ് 1 മണിക്കൂറിലേറെ വൈകിയായിരുന്നു പുരസ്കാര ചടങ്ങ് നടന്നത്. 2ാം സ്ഥാനക്കാർക്കുള്ള പുരസ്കാരം പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് ചെയർമാൻ കൂടിയായ നഖ്വിയിൽ നിന്ന് പാക് ടീം അംഗങ്ങൾ ഏറ്റുവാങ്ങി. ഇന്ത്യൻ താരങ്ങൾക്കുള്ള വ്യക്തിഗത പുരസ്കാരങ്ങൾ ബന്ധപ്പെട്ട സ്പോൺസർഷിപ്പ് പ്രതിനിധികളാണ് സമ്മാനിച്ചത്. ട്രോഫി കിട്ടാതിരുന്നതോടെ പോഡിയത്തിൽ കയറി സെൽഫി എടുത്ത ശേഷം ഇന്ത്യൻ താരങ്ങൾ മടങ്ങി. എന്നാൽ നഖ്വിയിൽ നിന്ന് ട്രോഫി സ്വീകരിക്കില്ലെന്ന് മാത്രമാണ് അറിയിച്ചതെന്നും എത്രയും വേഗം ട്രോഫിയും മെഡലുകളും ഇന്ത്യക്ക് കൈമാറണമെന്നും BCCI സെക്രട്ടറി ദേവ്ജിത്ത് സൈക്കിയ പ്രതികരിച്ചിരിക്കുകയാണ്. എന്തായാലും നാടകീയ രംഗങ്ങളാണ് അരങ്ങേറിയത്. ഗ്രൗണ്ടിലെ ഇന്ത്യൻ വിജയാഘോഷങ്ങൾക്കിടെ ഗ്രൗണ്ട് വിട്ട പാകിസ്ഥാൻ താരങ്ങൾ 1 മണിക്കൂർ വൈകിയാണ് സമ്മാനദാന ചടങ്ങിനെത്തിയത്. ഈ സമയം അത്രയും ഗ്രൗണ്ടിൽ വിജയം ആഘോഷിച്ച ഇന്ത്യൻ താരങ്ങൾ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. തോൽവിക്ക് പിന്നാലെ പാകിസ്ഥാൻ ടീം സമ്മാനദാനം ബോധപൂർവ്വം വൈകിക്കുകയായിരുന്നു എന്നതടക്കമുള്ള ഒരു വിമർശനം ഈ സാഹചര്യത്തിലൊക്കെ ഉയരുന്ന സാഹചര്യമുണ്ടായി. ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ ചെയർമാനും പാകിസ്ഥാൻ മന്ത്രിയുമായ മൊഹ്സിൻ നഖ്വിയിൽ നിന്ന് ട്രോഫി സ്വീകരിക്കുന്ന നിലപാടിനെ ഇരു കൈയും നീട്ടിയാണ് ഇന്ത്യ സ്വീകരിച്ചത്.
അതേസമയം പാക് താരങ്ങൾ സമ്മാനദാന ചടങ്ങിന് എത്തിയപ്പോൾ കൂക്കുവിളികളോടെയാണ് ഇന്ത്യൻ ആരാധകർ പ്രതികരിച്ചത്. ഇന്ത്യൻ താരങ്ങൾ ട്രോഫി വാങ്ങുന്നില്ലെന്ന് ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ അറിയിച്ചതിനാൽ സമ്മാനദാനം അവസാനിപ്പിക്കുന്നുവെന്നായിരുന്നു അവതാരകനായ സൈമൺ ദൂൾ മത്സരശേഷം പറഞ്ഞത്. ട്രോഫി കിട്ടാതിരുന്നതോടെ പോഡിയത്തിൽ കയറി സെൽഫി എടുത്തു. മാത്രമല്ല, പ്രതീകാത്മകമായി കയ്യിൽ ട്രോഫി ഉണ്ട് എന്ന രീതിയിലുള്ള ചില പ്രകടനങ്ങളൊക്കെ ഇന്ത്യൻ താരങ്ങൾ നടത്തിയതൊക്കെ കഴിഞ്ഞ ദിവസങ്ങൾ സമൂഹ മാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ കണ്ടതാണ്. മാത്രമല്ല, മറ്റൊരു സംഭവം കൂടി ഉണ്ടായി. സമൂഹ മാധ്യമങ്ങളിലൊക്കെ കഴിഞ്ഞ ദിവസങ്ങൾ വൈറലായത് ഒരു സംഭവം. അതായത് വിമാനം പറക്കുന്നതും തകർന്നു വീഴുന്നതുമായ ആംഗ്യം കാണിച്ച പാകിസ്ഥാൻ താരം ഹാരിസ് റൌഫിന് അതേ നാണയത്തിൽ മറുപടി നൽകി ജസ്പ്രീത് ബുംറ. ഏഷ്യ കപ്പ് ഫൈനലിൽ 18ാം ഓവറിലെ 5ാം പന്തിൽ റൌഫിന്റെ കുറ്റി തെറിപ്പിച്ച ശേഷമായിരുന്നു ബുംറ വിമാനം തകർന്നു വീഴുന്ന ആംഗ്യം പുറത്തെടുത്തത്. പുറത്താകുമ്പോൾ 4 പന്തിൽ നിന്ന് 6 റൺസായിരുന്നു റൌഫിന്റെ സമ്പാദ്യം. ഇന്ത്യക്കെതിരായ ഏഷ്യ കപ്പിലെ സൂപ്പർ 4 മത്സരത്തിൽ ബൗണ്ടറി ലൈനിൽ ഫീൽഡ് ചെയ്യവെയാണ് റൌഫ് കാണികൾക്ക് നേരെ പറന്നുകൊണ്ടിരിക്കുന്ന വിമാനം പെട്ടെന്ന് താഴെ വീഴുന്നത് പോലുള്ള ആംഗ്യം കാണിച്ചത്. ഓപ്പറേഷൻ സിന്ദൂർ സൈനിക നടപടിക്കിടെ ഇന്ത്യയുടെ 6 വിമാനങ്ങൾ വെടിവെച്ചിട്ടതായി പാകിസ്ഥാൻ അവകാശപ്പെട്ടിരുന്നു. ഇതായിരുന്നു ഹാരിസ് റൌഫ് സൂചിപ്പിച്ചത്. വിരലുകൾ ഉപയോഗിച്ച് 6-0 എന്ന ആംഗ്യവും റൌഫ് കാണിച്ചിരുന്നു. ഇതിനിടയിൽ ഞൊടിയിടയിൽ ബുംറയും തിരിച്ചടി നൽകുകയായിരുന്നു. മാത്രമല്ല, ഈ ആംഗ്യത്തിനെതിരെ ഇന്ത്യ ICCക്ക് പരാതി നൽകി. ഇതോടെ റൌഫിന് മാച്ച് ഫീസിന്റെ 30% പിഴ കിട്ടി. അതേസമയം ഏഷ്യ കപ്പ് ഫൈനലിൽ ഇന്ത്യയോടേറ്റ തോൽവിക്ക് പിന്നാലെ വിവാദത്തിലായി പാകിസ്ഥാൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ സൽമാൻ അലി ആഗ. സമ്മാനദാനത്തിനിടെ കിട്ടിയ ചെക്കിന്റെ മാതൃക പോഡിയത്തിൽ നിന്നൊരു ഭാഗത്തേക്ക് വലിച്ചെറിഞ്ഞാണ് പാക് ക്യാപ്റ്റൻ വിവാദത്തിൽ കുടുങ്ങിയത്. ഇന്ത്യൻ വിജയത്തിന് ശേഷം 1 മണിക്കൂർ കഴിഞ്ഞ് സമ്മാനദാന ചടങ്ങുകൾ തുടങ്ങിയത്. തോൽവിക്ക് പിന്നാലെ ഗ്രൗണ്ട് വിട്ട താരങ്ങൾ ഡ്രസ്സിംഗ് റൂമിൽ നിന്ന് പുറത്തിറങ്ങാൻ വൈകുകയായിരുന്നു. 2ാം സ്ഥാനക്കാരായ പാകിസ്ഥാൻ താരങ്ങൾക്കുള്ള മെഡലുകളാണ് ആദ്യം നൽകിയത്. $75,000 ചെക്കാണ് പാക് ക്യാപ്റ്റൻ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ നൽകിയത്. ചെക്കിന്റെ മാതൃക സ്വീകരിച്ച സൽമാൻ ആഗ അതൊരു ഭാഗത്തേക്ക് വലിച്ചെറിഞ്ഞ ശേഷം നടന്നു പോകുകയായിരുന്നു. പാക് ക്യാപ്റ്റന്റെ നീക്കം കണ്ട് ക്ഷണിക്കപ്പെട്ട അതിഥികൾ പകച്ചു. ACC ചെയർമാനും പാകിസ്ഥാനിലെ മന്ത്രിയുമായ മൊഹ്സിൻ നഖ്വി സമ്മാനിച്ച ചെക്കാണ് പാകിസ്ഥാൻ ക്യാപ്റ്റൻ വലിച്ചെറിഞ്ഞത്. സംഭവത്തിൽ പാക് ക്യാപ്റ്റനെതിരെ നടപടി വരാൻ സാധ്യതയുണ്ട്. അതേസമയം മൊഹ്സിൻ നഖ്വിയിൽ നിന്ന് ഏഷ്യ കപ്പ് ട്രോഫി സ്വീകരിക്കാതിരുന്ന ഇന്ത്യൻ ടീമിനെതിരെ രൂക്ഷ വിമർശനമാണ് സൽമാൻ ആഗ ഉയർത്തിയത്. ഇന്ത്യൻ താരങ്ങൾ ക്രിക്കറ്റിനെ അപമാനിച്ചതായി സൽമാൻ ആഗ ആരോപിച്ചു. ഈ ടൂർണമെന്റിൽ സംഭവിച്ച കാര്യങ്ങൾ നിരാശാജനകമാണ്. പാക് താരങ്ങളുമായി ഹസ്തദാനത്തിന് നിൽക്കാത്തതിലൂടെ ഞങ്ങളെ അപമാനിച്ചതായാണ് അവർ കരുതുന്നത്. ഒരു നല്ല ടീം ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ഞങ്ങൾ മെഡലുകൾ വാങ്ങാൻ കാത്തുനിന്നു. നല്ല ടീമുകൾ അതാണ് ചെയ്യേണ്ടത്. ഞാൻ മോശമായ വാക്കുകൾ പറയാൻ നിൽക്കുന്നില്ല. അവർ ക്രിക്കറ്റിനെ അപമാനിക്കുകയാണ് എന്നതടക്കമുള്ള ഒരു ആരോപണം പാക്കിന്റെ ക്യാപ്റ്റന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല, സൂര്യകുമാർ യാദവ് തനിക്ക് ഹസ്തദാനം നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. വാർത്താ സമ്മേളനത്തിന് മുൻപും റഫറിമാരുടെ യോഗത്തിലുമാണത് സംഭവിച്ചത്. പക്ഷേ ക്യാമറകൾക്ക് മുന്നിലാണ് ഇന്ത്യൻ താരങ്ങൾ ഹസ്തദാനത്തിന് നിൽക്കാത്തത്. സൂര്യകുമാർ യാദവിന് കിട്ടിയ നിർദ്ദേശം അങ്ങനെയാണ്. അദ്ദേഹം സ്വയം തീരുമാനം എടുത്തിരുന്നെങ്കിൽ സൂര്യകുമാർ യാദവ് അങ്ങനെ ചെയ്യില്ലായിരുന്നു എന്നാണ് പാക് ക്യാപ്റ്റന്റെ ആരോപണം. എന്തായാലും ഏഷ്യ കപ്പ് വിജയികളായതിനു പിന്നാലെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന് അവകാശപ്പെട്ട ട്രോഫിയുമായി ACC ചെയർമാൻ മൊഹ്സിൻ നഖ്വി ഗ്രൗണ്ട് വിട്ടെങ്കിലും ഇന്ത്യൻ താരങ്ങളുടെ ആഘോഷത്തിന് ഒട്ടും കുറവുണ്ടായിരുന്നില്ല. ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ അംഗങ്ങൾ സ്റ്റേഡിയത്തിൽ നിന്ന് പോയതിന് പിന്നാലെ ഇന്ത്യൻ താരങ്ങൾ പോഡിയത്തിൽ കയറി വിജയം ആഘോഷിക്കുകയുണ്ടായി. ട്രോഫി കിട്ടിയില്ലെങ്കിലും ട്രോഫി സ്വീകരിച്ചുകൊണ്ട് ഇന്ത്യൻ ടീമിനടുത്തേക്ക് വരുന്നതായി ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് അഭിനയിക്കുന്നതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ്. എന്തായാലും വളരെ നാടകീയമായ സംഭവ വികാസങ്ങളാണ് ഇന്ത്യ പാക് ക്രിക്കറ്റ് സമയത്തുണ്ടായത്. തീർച്ചയായിട്ടും ഒരുപാട് നാടകീയ രംഗങ്ങൾക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വന്നു. അതിലുപരി ഇന്ത്യയെ സംബന്ധിച്ച് വലിയൊരു ആഘോഷമായിരുന്നു പാകിസ്ഥാനെ പരാജയപ്പെടുത്തിയത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.